ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളുടെ മൺഡേ മോട്ടിവേഷൻ ഡേ ആണ്. അപ്പോൾ ഈ മൺഡേ മോട്ടിവേഷൻ ഡേ എന്ന് പറയുന്ന ഒരു ഡേ ഞാനിങ്ങനെ ഫിക്സ് ചെയ്ത് തന്നെ നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷൻ്റെ വീഡിയോസ് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേര് അത് കാണുന്നുണ്ട്. അത് ആവശ്യപ്പെടുന്ന ആൾക്കാരാണ് അത് കാണുന്നത്. അപ്പോൾ എന്തായാലും അതിൽ ഒരുപാട് സജഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെ ഏരിയയിൽ ഏത് ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് സജഷൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ നിന്നും ചൂസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും സജഷൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടോപ്പിക്കാണ് ലേസിനെസ് അഥവാ മടി. ഈ ലേസിനെസ്സും മടി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യം തന്നെയാണ്. എപ്പോഴെങ്കിലും ഒക്കെ മടി വരുന്നത്. മടി എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ടിങ് ഫ്രോം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം തൊട്ട് മടിയാണ്. പലർക്കും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള മടി എന്നാണ് ഒരു ദിവസം തുടങ്ങുന്നത്, അതായത് ഉറക്കം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മനഃപൂർവ്വമായിട്ട് തന്നെ നമ്മൾ അലാറം വെച്ചിട്ടായിരിക്കും കിടക്കുന്നത്. എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ രാവിലെ. അപ്പോൾ ആ ഒരു അലാറത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മടിയുള്ള ഒരാൾ എന്താ ചെയ്യുക? അത് ഓഫ് ചെയ്യാനായിട്ട് നോക്കും. ആ ശബ്ദം ഓഫ് ചെയ്തിട്ട് എന്താ ചെയ്യണം? അയ്യോ, അലാറം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അതെന്താണ്? ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഇറ്റ് ആസ് ലേസിനെസ്. ആ ഒരു മടിയാണ്, ഒരു കാര്യം ചെയ്യാൻ എണീക്കാനുള്ള ഒരു മടി. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാലും മടിയാണ് പല കാര്യങ്ങൾക്കും. അതായത് കുളിക്കാൻ മടിയുള്ളവരുണ്ട്. പിന്നെ നല്ല ഡ്രസ്സ് ചെയ്ത് പെട്ടെന്ന് പുറത്ത് പോകാനായിട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യണം, അത് മടിയാണ്. പിന്നെ കട്ടിൽ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് ഷീറ്റൊന്ന് കുടഞ്ഞ് വിരിച്ച് മടക്കിയൊക്കെ വയ്ക്കുന്നതിന് മടി ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ വൃത്തിയാക്കി വെക്കുന്നതിന് മടി കാണിക്കും. കിച്ചണിൽ പോയി കഴിഞ്ഞാൽ പാത്രങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ മടി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യാണ്ട് അല്ലെങ്കിൽ അപ്പോൾ ചെയ്യാണ്ട് പോയാൽ അതിങ്ങനെ ഹോഡ് ചെയ്ത് ഒരു കൂമ്പാരമായിട്ട് മാറും നമ്മുടെ ജോലി ഭാരം. അങ്ങനെ വരുമ്പോൾ എന്താ, പിന്നെ അത് അതിനപ്പുറത്തെ മടിയായിരിക്കും. എൻ്റെ ദൈവമേ, ഇതെങ്ങനെ വൃത്തിയാക്കും, എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ പോസ്റ്റ്പോൺ ചെയ്ത് പിന്നെ അവസാനം ഒരു ദിവസം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഫൈനൽ ഒരു ഡെഡ് ലൈൻ വരുമ്പോൾ എല്ലാം കൂടി ചെയ്യുമ്പോൾ 10 ഇരട്ടി ജോലിയാകും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ മടി എന്ന് പറയുന്നത്. ഇത് ഞാൻ വർക്ക് സ്പേസിനകത്ത് നമ്മുടെ ഹോം വർക്കിനകത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് ചിലപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ, പ്രൊഫഷണൽ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങളെല്ലാം. കുട്ടികളാണെങ്കിൽ ഹോംവർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ പഠിക്കാനുള്ളത് പഠിക്കാതെ ലാസ്റ്റ് മിനിറ്റ് വരെ വെച്ചുകൊണ്ടുവന്ന് പഠിക്കുന്നവരുണ്ട്. കുട്ടികൾ എന്നല്ല, ഈവൻ ടീനേജേഴ്സ്, പിന്നെ കോളേജിൽ പിന്നെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നവരും ഒക്കെ ഇതിൽ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലിയുള്ള ആൾക്കാരുടെ കാര്യമാണെങ്കിലും നമുക്ക് കുറേ ഡെഡ് ലൈൻസ് തന്നിട്ടുണ്ടാകാം. പിന്നെ കുറേ കാര്യങ്ങൾ വർക്ക് ഓഫീസിൽ നിന്ന് കുറേ വർക്ക് വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോകേണ്ട കാര്യങ്ങളുണ്ടാകാം. പക്ഷെ അതെല്ലാം ലാസ്റ്റ് മിനിറ്റ് വരെ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് ലാസ്റ്റ് ഡെഡ് ലൈനിൻ്റെ ഇന്ന് കൊടുക്കണമെന്ന് പറയുമ്പോൾ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേദിവസം രാത്രിയോ ഉറക്കമോ എല്ലാം കളഞ്ഞിരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത്? അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? ഈ കാര്യങ്ങളെല്ലാം മടിയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു മടിയനാണോ മടിച്ചയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ മടി. ഈ മടി എന്നുള്ളൊരു ഫാക്ടർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ സംഭവിക്കുക? നമ്മളൊരു അട്ടർ ഫെയിലിയറായി മാറും. അൾട്ടിമേറ്റ്ലി നമ്മുടെ സക്സസ് ഫോർമുല നമ്മളെ വിട്ടു പോകും. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരാളാകണം എന്നുണ്ടെങ്കിൽ മടി എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും മറിക്കണം, കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ സക്സസ്ഫുൾ, അപ്പോൾ നമ്മൾ തന്നെ പറയുകയാണ് നമ്മളൊരു സക്സസ്ഫുൾ ആളല്ല, ഫെയിലിയർ ആണെന്ന് നമ്മൾ തന്നെ പറയുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാര്യം എപ്പോഴും മടി എന്ന് പറയുന്നത്, ഞാൻ പറയും അതൊരു എക്സ്ക്യൂസ് മാത്രമാണെന്ന്. അത് ഓപ്ഷണലാണ്. ചില കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മടി. ചില കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ, നമുക്ക് രസിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് സന്തോഷിക്കേണ്ട കാര്യങ്ങൾ. സന്തോഷം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വിളിച്ചാൽ നമ്മൾ മടി പിടിച്ചിരിക്കുമോ? ഇല്ല. പെണ്ണുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമില്ല. ഒരു വിൻഡോ ഷോപ്പിംഗ് ആണെങ്കിലും സന്തോഷമാണ്. പിന്നെന്താ, ഒരു സിനിമയ്ക്ക് പോകണമെന്ന് വെച്ചാൽ പോകാണ്ടിരിക്കുമോ? പിന്നെ എൻ്റർടൈൻമെൻറ്റ്, ഇപ്പോൾ ഒരു കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഫ്രണ്ട്സിനെ കാണാൻ പോകാനാണെങ്കിൽ, അല്ലെങ്കിൽ പാർക്കിൽ പോകണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു യാത്ര പോകണം, ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിനൊന്നും മടിയില്ല. അപ്പോൾ മടിയില്ല. പിന്നെ എവിടെയാണ് മടി വരുന്നത്? ജോലിയുടെ കാര്യം പറയുമ്പോഴാണ് മടി വരുന്നത്. അപ്പോൾ വർക്ക് ചെയ്യാൻ വയ്യ. എന്തുകൊണ്ട്? വർക്ക് പാറ്റേൺ ആണോ? എനിക്ക് ജോലി ചെയ്യാൻ വയ്യ. ജോലി ചെയ്താൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക? നമ്മളെങ്ങനെ? ജോലിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. ജോലി ചെയ്താലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. വെറുതെ ജീവിച്ചാൽ മതിയോ? പോലെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ലൈഫിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ജോലി ചെയ്യണം. അപ്പോൾ ഈ നല്ല ജോലി ചെയ്യുമ്പോൾ ജോലിയെ നമ്മൾ ഇഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ ഈ ജോലി ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ ജോലി ചെയ്യാൻ മടി വരുന്നു എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യത്തിനും ഓക്കെയാണ്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ജോലി ചെയ്യാനുള്ള മടി. അത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഓപ്ഷണലാണെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മളെ ഇങ്ങനെ പണ്ട് തൊട്ടേ നമ്മളങ്ങനെ ട്യൂൺഡാണ്. നമ്മുടെ അച്ഛനമ്മമാരാണ് നമ്മളെ അങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കാര്യം അവരെപ്പോഴും ഗൈഡ് ചെയ്ത് അവർ നിർബന്ധിച്ചാണ് പണ്ട് കുഞ്ഞിലേ തൊട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് പഠിക്കാൻ മടിയുണ്ടായിരുന്ന കാലത്ത് പോലും പഠിപ്പിക്കും.
ഹോംവർക്ക് ചെയ്യിപ്പിക്കും, സ്കൂളിൽ പറഞ്ഞു വിടും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. എന്താണ് ചെയ്യുന്നത്? അച്ഛനമ്മമാർ നിർബന്ധിച്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നിർബന്ധം, അപ്പോൾ ആരെങ്കിലും നമ്മളെ പുഷ് ചെയ്യാൻ വേണം, അങ്ങനെ നമ്മളെ നിർബന്ധിച്ചാലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ വലുതായി, നമ്മൾ അവരെ എത്തിക്കേണ്ട അടുത്ത് നമ്മളെ എത്തിച്ചു പാരൻസ്. അപ്പോൾ അവരുടെ ജോലി കഴിഞ്ഞു, അവർ പിന്നെ വെൽവിഷേഴ്സായിട്ട് നോക്കിയിരിക്കുകയുള്ളൂ. അവരുടെ പ്രായമൊക്കെ അതിക്രമിച്ചു, അവർക്കിനി നമ്മളെ ഗൈഡ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു, നമ്മൾ സ്വന്തം കാര്യം നോക്കുന്ന ഏജിൽ ആയിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളെ ആരും പുഷ് ചെയ്യാനില്ല, ആരും ഗൈഡ് ചെയ്യാനില്ല. അപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവമേ നമ്മളാരും ഒന്നും പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ളൊരു മടി വരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി തൊട്ട് നമ്മൾ നമ്മുടെ ഓൺ ഷൂസിലാണ്. വി ആർ ദ മാസ്റ്റേഴ്സ് ഓഫ് അവർ ഓൺ ഡെസ്റ്റിനി. നമ്മളാണ് നമ്മുടെ മാസ്റ്റേഴ്സ്. നമ്മളെ ആരും പറഞ്ഞു തരില്ല, നമ്മളെ ആരും നിർബന്ധിക്കില്ല, നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ എന്ന് സ്വയം മനസ്സിലാക്കണം. അപ്പോൾ ആ മടി കുറേയൊക്കെ മാറും. കാര്യം ഇനി നമ്മളാരും നിർബന്ധിക്കില്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയേ പറ്റുള്ളൂ എന്ന് മനസ്സിലാവണം. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നമുക്ക് ചില കാര്യങ്ങളോട് അഡിക്ഷൻ ഉണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഫിംഗർ ടിപ്പിലാണല്ലോ. അപ്പോൾ ടെക്നോളജിയൊക്കെ ഒരുപാട് വികസിച്ച് കഴിഞ്ഞു. അത് കാരണം പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെയുള്ള ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫിസിക്കൽ എക്സർസൈസ് കുറവാണ്. അപ്പോൾ ഒരു മുറിയിൽ ഒരു കസേരയിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യം നമ്മൾ നോക്കുമ്പോൾ ഫ്രിഡ്ജ് ഈ കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ ടെലിവിഷൻ ഉണ്ട്, അതിനകത്ത് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് ഉണ്ട്, പിന്നെ ഒരു മൊബൈലുണ്ട്, എല്ലാ കാര്യങ്ങളും ലോകം മുഴുവൻ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാം, ഒരു ഭക്ഷണം വേണമെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം, ഓക്കെ, വീട്ടിൽ കൊണ്ടെത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സുഹൃത്തുക്കളുമായി നമുക്ക് വീഡിയോ ചാറ്റ് ചെയ്യാം, അല്ലാതെ ചാറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഓഫീസ് വർക്ക് ആണെങ്കിൽ പോലും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും, ഒരു സിഗ്നേച്ചർ ഇടണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് എൻട്രി ചെയ്യണമെങ്കിലോ ഒരു എഗ്രിമെൻറ്റ് വെക്കണമെങ്കിലോ എവറിത്തിങ് ഈസ് എന്താ പറയുക നമ്മളുടെ ഫിംഗർ ടിപ്പിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയും ലേസി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളത് ആസ്വദിക്കുന്നുമുണ്ട്. ലേസിനെസ്സിൻ്റെ ഈ ടെക്നോളജി നല്ലതല്ല എന്നല്ല, ടെക്നോളജിയുടെ എല്ലാ ബെനിഫിറ്റ്സും എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതിലൊരു എഡിക്ഷനുണ്ട്, അഡിക്റ്റീവ് ആകുന്നു നമ്മൾ, അതിലേക്ക് നമ്മൾ കൂടുതൽ മുഴുകിപ്പോകുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ മൊബൈലിൽ കളിച്ചിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ സമയം അങ്ങനെ വെറുതെ വേസ്റ്റായി പോകും. അന്നേരം ലാസ്റ്റ് മിനിറ്റ് കിടന്ന് ഓടി എത്തേണ്ട സ്ഥലത്ത് സമയത്തിന് എത്തില്ല. അപ്പോൾ നമ്മൾ ഡിലേഡ് ആകുന്നു. അപ്പോൾ ഇതെന്താണ്? ഇതൊക്കെ മടിയല്ലേ? അപ്പോൾ നമ്മളത് മനഃപൂർവ്വമായിട്ട് നമ്മൾ എത്ര അഡിക്ഷൻസിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കണം. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ മടി എന്നുള്ള കാര്യം നമ്മളെ ഇങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. പിന്നെ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബ്രെയിൻ എപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും ചലഞ്ചസ് ഒന്നും എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളെപ്പോഴും എളുപ്പത്തിൽ ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല, മടിച്ച് മാറി നിൽക്കും. അപ്പോഴും അവിടെ മടിയാണ്. പോസ്റ്റ്പോൺ ചെയ്യും. നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാന്ന് വെച്ചാൽ മാറ്റി വയ്ക്കും. എന്തുകൊണ്ട്? ചിലപ്പോഴൊക്കെ അത് മാറ്റി വയ്ക്കുന്നത് നമുക്ക് ഭയമുള്ളത് കൊണ്ടാണ്. നമ്മൾ ചെയ്താൽ ശരിയാവില്ല, അത് തൊടാനുള്ളൊരു ഭയം, ആ ഏരിയയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതല്ല വേണ്ടത്. അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്നതിന് പകരം നമ്മളത് ഫേസ് ചെയ്യണം, നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. എന്നാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ മാറ്റി വെച്ചാൽ എത്ര കാലം മാറ്റി വയ്ക്കാൻ പറ്റും? പല കാര്യങ്ങളും നമുക്ക് പേടിച്ച് അയ്യോ അത് ശരിയാവില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കാം, ചില കാര്യങ്ങൾ. അപ്പോൾ ഈ ഡ്രൈവിംഗ് എന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ പലർക്കും ഡ്രൈവിംഗ് ലൈസൻസ് വീട്ടിലുണ്ടാകും, പക്ഷേ ഡ്രൈവ് ചെയ്യില്ല. ചില ആൾക്കാർക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷേ ഞാൻ സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ മടി കാരണം, മടി എന്നാണ് പറയുന്നത്, എനിക്ക് മടിയാണ് പഠിക്കാൻ പോകാമെന്ന് പറയും. പക്ഷെ മടിയല്ല, അവിടെ ഒരു ഭയമാണ്, എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ പറ്റും, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭയക്കേണ്ട ആവശ്യമില്ല, നമ്മളത് ഫേസ് ചെയ്യാം, എന്നാലേ പറ്റുള്ളൂ. പക്ഷേ ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ലൈഫ് കംഫർട്ടബിൾ ആകും. കാര്യം നമ്മൾ കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആകും, നമ്മൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് അതിലുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, സക്സസ്സിലേക്കാണ് നമ്മൾ പിന്നെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ മടിച്ചു നിന്നാലോ, ചെയ്യാതിരുന്നല്ലോ. മടി എന്ന് പറയുന്നത് എന്താ? ഡ്രൈവിംഗ് പഠിക്കാനുള്ള മടി, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാനുള്ള മടി. അപ്പോൾ അവിടെ മടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ പിന്നിലേക്ക് വലിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ സക്സസ് അല്ല ഉണ്ടാകുന്നത്, പുരോഗതിയല്ല ഉണ്ടാകുന്നത്, നമുക്കൊരു പുരോഗതിയും ഉണ്ടാകാൻ പോണില്ല. നമ്മൾ പിന്നിലേക്കാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും, അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നതും വേണ്ടാന്ന് വെക്കുന്നതും മടി കാരണം. ആ മടിയിൽ പിന്നിൽ ചിലപ്പോൾ കുറച്ച് ഭയമായിരിക്കും, യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഭയം, അല്ലെങ്കിൽ വെറുതെ ഒരു ചിന്തയാണ്, വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ചിന്തിച്ചു കൂട്ടും. നമ്മൾ പറയും അയ്യോ മടി. അതിന് മടിയെന്ന് തന്നെ നമ്മൾ പേരിടും, പക്ഷെ നമ്മളുടെ മനസ്സിൽ ആ തോട്ട്സാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട്സ് ഉണ്ട്, അത് മടി എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റും. പിന്നെ മടി എക്സ്ക്യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, കുട്ടികളാണെങ്കിലും അതെ, ഫ്രണ്ട്സിനെ കാണാൻ പോകണമെങ്കിൽ ഒരു മടിയില്ലല്ലോ, എന്തിനും പോകാൻ റെഡിയാണ്. അപ്പോൾ കാര്യം എന്തായാലും വർക്ക് ചെയ്യാനുള്ളൊരു മടി, അപ്പോൾ സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സിനുള്ള മടി. അപ്പോൾ ജീവിതത്തിൽ നിന്നും മടി മാറ്റി നിർത്തിയാലേ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ മനഃപൂർവ്വമായിട്ട് തന്നെ മാറ്റിയാലേ അത് മാറുള്ളൂ. അപ്പോൾ
ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം, സ്ട്രോങ് തീരുമാനങ്ങൾ. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ അറിയാം, നമുക്ക് ഒരുപാട് ശീലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മടി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ആയിരിക്കും, ഓ ശരി ഇന്ന് ചെയ്യുന്നില്ല, നാളെ ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യാം, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുതിയൊരു മനുഷ്യനാകാൻ പോവാണ്, എല്ലാ മടിയും മാറ്റി വെച്ചിട്ട് ഐ വിൽ ഡു ദീസ് തിങ്സ്. അപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റൊന്നൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അടുത്ത വർഷം ഇപ്പം നമ്മൾ ഈ വർഷം കഴിഞ്ഞല്ലോ, ഇനി ന്യൂ ഇയർ തൊട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറയും. അപ്പോൾ ഈ പിന്നത്തേക്കാണ് അപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ മാറ്റി വയ്ക്കുന്നത്. അതിന് പകരം ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നടപ്പിലാക്കണം. അപ്പോൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ പിന്നത്തേക്ക് നാളെ നീളെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല, നടക്കില്ല. അതിന് പകരം നമ്മൾ തീരുമാനമെടുക്കൂ, അപ്പോൾ തന്നെ ചെയ്യുക. ഇനി ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കരുത്. ദർ ഇസ് നോ എക്സ്ക്യൂസ്. അവിടെയാണ് നമ്മൾ ലേസിനെസ്സിനെ ഗെറ്റ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് സെക്കൻഡിലാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ആ തീരുമാനം എടുക്കണ്ട എന്ന് തോന്നുന്നത് ചിലപ്പോൾ ഒരു നിമിഷത്തെ തോട്ടായിരിക്കും. പക്ഷെ അതിന് പകരം ആ നിമിഷത്തെ തോട്ടിനെ മാറ്റി വെച്ചിട്ട് ഇല്ല, ഇപ്പം തന്നെ തുടങ്ങാം. ഇപ്പോൾ ജിമ്മിൽ പോകാനൊരു തീരുമാനം എടുക്കുന്നു, പക്ഷേ ജിമ്മിലേക്ക് വല്ല ഇന്ന് വേണ്ട നാളെ ആക്കാം അല്ലേ, മറ്റന്നാൾ തൊട്ട് പോയി തുടങ്ങാം. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഫൈനലി നമ്മൾ പോവില്ല, നീണ്ടു പോകും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുക, ഇമ്മീഡിയറ്റ്ലി നടപ്പിലാക്കുക. അതാണ് ലേസിനെസ്സിനെ ഗെറ്റ് ഓവർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ലേസിനെസ് വരുന്ന വേറൊരു പ്രധാന കാര്യം, ഇതൊക്കെ ഞാൻ മെൻ്റൽ സ്റ്റേറ്റ് ആണ് പറയുന്നത്, നമ്മളിങ്ങനെ മാനസികമായിട്ടുള്ള നമ്മുടെ മാറ്റങ്ങളാണ് അവിടെ വരുത്തേണ്ടത്. പിന്നെ നമുക്ക് ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് ജോലി ചെയ്യാനുള്ളൊരു മടി വരുന്നത് ശരീരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോൾ, ആയാസം തോന്നുമ്പോൾ, അത് ഫിസിക്കൽ ഫിറ്റ്നസ് പോരാ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സും മെൻ്റൽ ഫിറ്റ്നസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ നല്ല മിടുക്കരായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളും ആയിരിക്കണം. അപ്പോൾ ഉറക്കമാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു എക്സ്ക്യൂസായിട്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മൾ മടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് മടിക്കുന്നത്, പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ഉറക്കം വരും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറക്കം. അപ്പോൾ ഉറക്കം ഇസ് ഓൾവേസ് എ പ്രോബ്ലം. അപ്പോൾ ആ ഉറക്കത്തിനെ ഗെറ്റ് ഓവർ ചെയ്യാനായിട്ട് എന്താ ചെയ്യണം, നല്ല സൗണ്ട് സ്ലീപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ 8 മണിക്കൂർ നിർബന്ധമായും രാത്രി ഉറങ്ങണം. അപ്പോൾ രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് ചാടി എഴുന്നേൽക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നല്ലൊരു എനർജി ഉണ്ടാവും രാവിലെ തന്നെ. രണ്ടാമത് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതി കഴിക്കാം, അപ്പോൾ എനർജി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിറച്ച് വെള്ളം കുടിക്കുക, പിന്നെ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക, നല്ല പ്രോട്ടീൻ പാക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അപ്പോൾ ധാന്യങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് കുറച്ചുകൂടെ വരും. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് എക്സസൈസസ് ലൈക്ക് വാക്കിംഗ്, പിന്നെ വീട്ടിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെറിയ യോഗ പോസ്റ്റേഴ്സൊക്കെ ചെയ്യാമല്ലോ, ഗ്രൗണ്ട് എക്സസൈസസ്. പിന്നെ നമ്മൾ താമസിക്കുന്ന പരിസരത്ത് എവിടെയെങ്കിലും വളരെ സന്തോഷമുള്ള ഏരിയയിലൊക്കെ നടക്കുക, കുറച്ച് നേരം ഒന്ന് വേർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരീരം കുറച്ചുകൂടെ ഫിറ്റാകും. അപ്പോൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഒരു ഫിറ്റ്നസ് അതിനുള്ള രീതിയിലും ജീവിതം ക്രമീകരിക്കുക. അപ്പോഴും നമ്മുടെ മടി, ലേസിനെസ് മുതലായ കാര്യങ്ങൾ ഒരു പരിധി വരെ മാറും. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ജോലി ചെയ്യാനായിട്ട് ചെല്ലുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ കിച്ചൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇരിക്കുന്ന മുറി ആവട്ടെ, നമ്മുടെ സ്റ്റഡി റൂം ആകട്ടെ, എവിടെ ആയിക്കോട്ടെ, അത് വൃത്തിയില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം കഴുകാത്ത ഒരു കെട്ട് പാത്രം, പിന്നെ അവിടെ എല്ലാം നീറ്റ് ഡിസോറിയൻറ്റഡ് ആയിട്ട് കിടക്കുന്നു, എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് ജോലി ചെയ്യാൻ തോന്നുമോ? ഇല്ല. അപ്പോൾ നമുക്ക് മടി വരികയല്ലേ, എന്തിനും ഇവിടെ കിടന്ന് ജോലി ചെയ്യാനേ പറ്റുന്നില്ല എന്ന് തോന്നും. പക്ഷേ അത് നീറ്റ് ആൻഡ് ക്ലീൻ സ്പിക്ക് ആൻഡ് സ്പാൻ ആയിട്ടുള്ള ഒരു അടുക്കളയാണെങ്കിലും നമ്മൾ അറിയാതെ ജോലി ചെയ്ത് പോയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ എൻവയറമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മൾ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു എനർജി വരും. തലയിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് വരുമ്പോൾ, നല്ല സോപ്പൊക്കെ ഇട്ട് കുളിച്ച് അല്ലേ, നല്ല മണമൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സക്സസ് തന്നെയാണ്. അവിടെ സക്സസ് ആണ് നമ്മളുടെ കാര്യങ്ങൾ കൃത്യസമയത്ത് നമ്മൾ ടൈം ടേബിൾ വെച്ച് ചെയ്യുക. നമ്മൾ പറഞ്ഞ ആ ഡെഡ് ലൈൻസിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുക, അല്ല ലാസ്റ്റ് മിനിറ്റ് കിടന്ന് ഓടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മനഃപൂർവ്വം ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മടി ഒരു കാര്യം ജീവിതത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ നമ്മളത് മനഃപൂർവ്വം തന്നെ വിചാരിക്കണം. അവിടെ എപ്പോഴും വിചാരിക്കുക സക്സസ്, നമ്മൾക്ക് രക്ഷപ്പെടണം, ജീവിതത്തിൽ മുന്നേറണം എന്ന് തന്നെ വിചാരിക്കുക. ദെൻ ലേസിനെസ്സൊക്കെ പമ്പ കിടക്കും. അപ്പോൾ സന്തോഷം. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.